ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണം. എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. ആര്? ആരാ ചാര്? മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യം ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കുക. അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവള് കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണുപോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖ, ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവ പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്തൊരൊറ്റ ആളേ ഉള്ളൂ, ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്ന ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട. കേറി ഉടനെ തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം. അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. എന്താ? തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. വണ്ടി എടുക്ക്. വരണ്ടോ? ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. സാറിന്റെ കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ, പട്ടാളം പോയിട്ടില്ല? പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. ആരാടിയാ നിൽക്കുന്നത്? എന്തൊരു സ്റ്റൈല്, സിനിമാ നടന്മാരുടെ സ്റ്റൈലുണ്ടല്ലേ. നല്ല ചേർച്ച. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്കുവാകാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ
ഞാനിത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. പണം തുടങ്ങും. அந்த ரமணாவை போட்டு அடிச்சிருக்கான். வந்துட்டானு. அந்த ரமணா யார் ஆளு தெரியுமா? யார் ஆளா இருந்தா என்ன? அவன் என்ன பண்ணான்னு கேளு. டேய் பாரு. சொல்டா. ரமணன் கிட்ட பணம் வாங்கியிருக்கான். மாசம் மாசம் தவணை கட்டணும். இந்த மாசம் கட்ட முடியல. என்ன கட்ட முடியல? சொல்டா. ஆறுல தோட்டத்துல பணம் எல்லாம் ஆஸ்பத்திரிக்கும் வைத்தியத்துக்குமே செலவாயிடுச்சு. அதுக்கு அந்த ரமணன் என்ன சொன்னா? പണിയാ சொல்டா. நீ பணம் கட்டாட்டி பரவாயில்ல. മുമ്പിൽ ഒരു പാര വന്നു. അയ്യോ ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോപ്പെട്ട? നിങ്ങളൊന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ. പെട്ടെന്ന് എവിടുന്നാലും എനിക്കറിയില്ല. മുഖം മൂടിയിട്ട് 4-5 കള്ളന്മാർ എന്റെ മേലെ ചാടി വീണു. മുഖം മൂടിയോ? ആ മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച 5-6 ഇരുമ്പന്മാര്. ഞാൻ ഒച്ച വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ ഒത്തു പിടിച്ചു. മറ്റവനെ തുണി കാച്ചി എന്നെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാൻ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടിയും എല്ലാം അവന്മാർ തൂത്തുവാരിക്കൊണ്ടേ മുറികളെല്ലാം കുത്തി മറിച്ച് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? ഇത് നോക്കിയിട്ട് എന്താണ് കാര്യം? ഈ മുടിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്ന് കയറല്. കഷ്ടകാലത്ത് അരക്കും ഇത് കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത്. ഷട്ടിയും കോളാൻ വരാവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലെയല്ലേ വന്നത്. ഭൂതം തന്റെ ഒരു എന്തോ നാടോ ഇത്? ഇനി കുന്തോ നൂരിക്കളയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് തോക്കല്ലേ? ഇങ്ങോട്ട് താ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആർക്കെങ്കിലും വിറ്റേ. ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കറുമല്ല എപ്പോഴും ചെളിയാ. ടീഷർട്ട് ആണെങ്കിൽ വേറെ നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്ന പടി നിൽക്കുക. മുണ്ടൂർ തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലോടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. ആ പോ 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 വേഗം വരണം. അയ്യോ എന്താ? ഒന്നുമില്ല ഒന്നുമില്ല. ആരാ? ഞാനാ. ഏ ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടി വാ. ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ എന്താ എന്താ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, കേണു സാറിന് എന്തോ പറ്റി? കേണൽ സാർ എന്തോ പറ്റിയത്? കേണൽ സാർ, കേണൽ സാർ, കേണൽ സാർ. അയ്യോ താങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ, അമ്മേനെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ചു പൊളിക്ക്. വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എന്റെ മേത്തോട്ടോ. ഞാനൊന്ന് കാണട്ടെ. നീയൊന്ന് മാറിക്കേ. എനിക്ക് കേളിനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേളിനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ
മാറിക്കടാ. അമ്മേ, അമ്മേ. ഏയ്, വിട്, എനിക്ക് അമ്മ, കാണണം. അമ്മ ഇങ്ങോട്ട് വാ, അമ്മേ. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേളനെ ഒന്ന് കാണണമെന്ന് ഞാൻ കണ്ടിട്ട് വരാം. നീ എന്നെ വിട്. അമ്മ, പറയാം. വിട് എന്നെ. അയ്യേ. ഛേ. എന്തോ പോ ഞാൻ കണ്ട് കൂടെ ആരാ നിന്റെ അച്ഛൻ. ഒരു ചോറ് എടാ അതായിക്കോളാം. ഓ എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം ചെയ്യും, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്നതിന് നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങനെ പോകും? ടിക്കറ്റിന്റെ കാശ് വേണ്ടേ? കള്ളവണ്ടി കയറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽ വാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം, വേണ്ടേ വേണ്ട. എടോ, ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്താൽ പിന്നെ പാൽക്കാരോ അലക്കാരനോ കാര് പൈസ കൊടുക്കും. പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്ത പരിപാടി വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഇതിവിടെ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടം വാങ്ങിയാലോ? താൻ എന്നെ നാറ്റിച്ചേ അടങ്ങും. നാണമില്ലടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടം വാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? താൻ എങ്ങനെയെങ്കിലും പോകും, അതൊന്നും എനിക്കറിയണ്ട. പിന്നെ കള്ളവണ്ടി എന്നെ വഴി. എന്റെ തൊപ്പി നിർത്ത്. എവിടെ നിട്ടിയാണ് തൊപ്പി? ഏതെടുത്താലും 20 രൂപ. ഏതെടുത്താലും 20 രൂപ. എവിടെ നിന്നാണ് അത് കിട്ടിയത്? എവിടെ നിന്റെ മോനെ? ஜன்னல் வழியா வெளியில போயிடும். என் கை ஓங்க. നീ എന്റെ തുണിയും തോക്കൊക്കെ മോട്ടിക്കുമല്ലോ. நீ பழைய செல்வமே இல்ல. உன் உடம்புல பழைய வேகம் இல்ல. കളിക്കടാ ഇവനെ. மனசுல பழைய வெறி இல்ல. நீ நிறைய குடிக்கிற. உனக்கு சக்தி போதாது. யூ ஆர் அன்பிட் ஃபார் தி ஜாப். திரும்ப ஒரு மாற தகுதி உனக்கு கிடையாது.